ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. കയ്യിലൊരു എണ്ണക്കുപ്പിയൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ മാത്രമല്ല, ഇത് ഞാനൊരു സീരീസായിട്ട് ചെയ്താലോ എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ്. അതായത് ഹെയർ കെയർ ടിപ്സ്. ഞാൻ നേരത്തെ കുറേ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കാര്യമായിട്ട് മുടിയൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പം എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നല്ല രീതിയിൽ താരനുമുണ്ട്. അപ്പോൾ താരൻ കൂടുന്നതുകൊണ്ടാണ് മെയിനായിട്ട് മുടി കൊഴിയുന്നത്, അല്ലാതെ വേറെ മുടി കൊഴിയാനായിട്ട് കാരണങ്ങളൊന്നും ഇല്ല. ഇവിടെ താരൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെറിയ ചെറിയ പൊടിയായിട്ട് ഇങ്ങനെ തലയോട്ടിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, പക്ഷെ അവിടെയൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ അരിപ്പൊടിയൊക്കെ ഇരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ തല ചൊറിച്ചിലും ഉണ്ട്. അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിയിൽ മുടി പൊഴിഞ്ഞും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, കാരണം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിൽ മുടിയൊന്നും ബാക്കി കാണത്തില്ല. കാരണം ഇതിങ്ങനെ പൊഴിഞ്ഞ് മൊത്തം ഇങ്ങനെ തീർന്നു പോകും. ഇതേ കണ്ടോ, നല്ല രീതിയിൽ. ഇതൊന്നും അല്ല, ഇതിൽ കൂടുതൽ ചില സമയത്ത് വരും. ഇപ്പോൾ അത്ര വന്നുള്ളൂന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചാൽ പറ്റുള്ളൂ എന്ന രീതിയിൽ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, മുടി കൊഴിച്ചിൽ മാത്രമല്ല താരനും എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു താരൻ പോകാനോ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് നിൽക്കാനായിട്ടുള്ളൊരു ഹെയർ കെയർ ടിപ്പാണ്, ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഏതെണ്ണയാണോ നമ്മൾ തേക്കുന്നത്, സ്ഥിരമായിട്ട് തേക്കുന്നത്, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ സ്കാൽപ്പും അതുപോലെ തന്നെ മുടിയിലും ഒക്കെ നന്നായിട്ട് എണ്ണ തേക്കണം. സ്കാൽപ്പ് നല്ല രീതിക്കൊന്ന് മസാജും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ അത് നല്ലതായിരിക്കും. ഹെയർ ഗ്രോത്തിന് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് തല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ആദ്യം തന്നെ കുറച്ച് നാച്ചുറലായിട്ടുള്ളവരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നമ്മൾ തലയിലൊക്കെ തേക്കാനാകുമ്പം നല്ലത്. അതിനുശേഷം ഹെന്ന പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് ഹെന്ന പൗഡറും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട്, ഇപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്യാൻ എടുത്തേക്കുന്നത് കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. അല്ലാത്തവർക്ക് തേയിലവെള്ളമാണെങ്കിലും എടുക്കാം, അത് നല്ലതായിരിക്കും. അപ്പം ഇത് മൂന്നും കൂടെ എടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു തിക്നെസ്സിലുള്ളൊരു പാക്കാക്കി എടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഇത് സ്കാൽപ്പിൽ ചെല്ലുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മുടി മാറ്റി കൊടുത്തിട്ട് സ്കാൽപ്പിൽ തന്നെ അപ്ലൈ ചെയ്യണം. എന്നാലേ നമ്മുടെ താരനൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ സ്കാൽപ്പിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി മുടിയിലോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മുടിയിൽ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൊടി ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു നമ്മൾ കഴിഞ്ഞാലും തരിയായിട്ട് ചിലപ്പോൾ നമ്മുടെ മുടിയിലിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകേണ്ടവരാണെങ്കിൽ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം ഷാമ്പു ഒന്നും ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകി കളയുന്നേ ഉള്ളൂ. അപ്പോൾ പുറത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മുടിയിലിങ്ങനെ പൊടി ഇരിക്കാതിരിക്കാൻ മുടിയിൽ തേക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സ്കാൽപ്പിൽ മാത്രം തേച്ചാൽ മതി. ശരിക്കും സ്കാൽപ്പിൽ മാത്രം തേച്ചാൽ മതി, കാരണം നമ്മുടെ താരനും ഹെയർ ഗ്രോത്തൊക്കെ സ്കാൽപ്പിൽ നിന്നാണല്ലോ ഉള്ളത്. അപ്പോൾ സ്കാൽപ്പിൽ നല്ല രീതിയിൽ പിടിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂർ ഇതൊന്ന് തലയിൽ നല്ല രീതിയിൽ പിടിക്കാനായിട്ട് നമ്മളിനി കീപ്പ് ചെയ്യണം. അതിൽ കൂടുതൽ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ തലവേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാനൊന്ന് പോയിട്ട് നല്ല രീതിയിൽ പച്ചവെള്ളത്തിൽ അതൊന്ന് കഴുകി കളഞ്ഞു. അതിൻ്റെ റിസൾട്ട് നമുക്കിപ്പോൾ വിസിബിൾ ആവത്തില്ല, കാരണം നമ്മൾ താരന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനിപ്പോൾ ചെയ്തത്. ഇതിട്ട് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമുക്ക് താരനുണ്ടായിരുന്നവർക്കാണെങ്കിൽ ചൊറിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറയും, അതുപോലെ തന്നെ താരനും കുറയും. ഹെയർ ഫോള് പിന്നെ ഇനി നമ്മളങ്ങോട്ട് കെയർ ചെയ്യുന്നത് പോലെയാണ് ഹെയർ ഫോള് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഹെയർ കെയർ ടിപ്പ് ഇതായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.